രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ വല്ലാണ്ട് കൂടി നിൽക്കുന്നു. ഇത് എപ്പോഴും ഡയബറ്റിക് തന്നെ ആവണം എന്നില്ല. ഡൗൺ ഫിനോമിന എന്ന് പറയുന്ന ഒരു പ്രതിഭാസവും ആവാം. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ സിർക്കാഡിയം റിതം എന്നൊക്കെ പറയും. നമ്മൾ ഉണരുന്ന സമയത്ത് രാവിലെ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ പല രീതിയിലുള്ള ഹോർമോണൽ ചേഞ്ചുകളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് രാവിലെ നമ്മുടെ ശരീരത്തിൽ മോർണിംഗ് സർജ് ഓഫ് കാറ്റക്കോളമിൻസ് എന്ന് പറയും. കാറ്റക്കോളമിൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെയാണ്. അതിൽ പ്രധാനമായിട്ട് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, അതുപോലെ തന്നെ കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസ് വരും. ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോൺസിന്റെ അളവുകൾ കൂടുതലായിരിക്കും. അപ്പൊ ഇത് കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലിവറിൽ നിന്നെല്ലാം ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് റിലീസ് ചെയ്യും. ലിവറിലൊക്കെ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അത് രക്തത്തിലേക്ക് റിലീസ് ചെയ്യും. ബി കൂടും, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് കൂടും. ഈ സമയത്ത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കൂടുതലായിട്ടിരിക്കും, അതുപോലെ തന്നെ ബി പിയും കൂടുതലാകും. പിന്നെ പല ആളുകളിലും ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്ന ഈ ഒരു രാവിലെയുള്ള 2 മണി തൊട്ട് 8 മണി വരെയൊക്കെയുള്ള ഒരു സമയത്തായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പൊ അതിനൊരു കാരണവും പലപ്പോഴും ഇതാണ്. അപ്പൊ ഇതൊരു നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനയാണ്. ഇത് പ്രമേഹം ഉള്ളവർക്കും ഡയബറ്റിക് ഇല്ലാത്ത ആളുകൾക്കും ഒക്കെ കാണപ്പെടാം. അപ്പൊ അതുകൊണ്ടാണ് പ്രമേഹം നമ്മൾ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ HbA1c, ലിപ്പിഡ് പ്രൊഫൈൽ പോലുള്ള പരിശോധനകൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. രാവിലെ ഇതുപോലെ തന്നെ ഷുഗർ കൂടി നിൽക്കുന്ന മറ്റൊരു അവസ്ഥയുണ്ട്, സൊമോഗി ഫിനോമിന എന്ന് പറയും. അപ്പൊ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കുക.